ആതുര സേവന മേഖലയിൽ അന്താരാഷ്ട്ര കുത്തകകളും. ഇപ്പൊ ഒരു കോർപ്പറേറ്റ് ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ. എന്തിനാണ് ഡോക്ടർമാരെ നിരീക്ഷിക്കാൻ കോർപ്പറേറ്റ് ഓഫീസിന് ആവശ്യം? നമ്മളിതൊക്കെ പുറത്തു പറഞ്ഞ ആൾക്കാർ ആശുപത്രി പോകാൻ തന്നെ ടെൻഷനാവും. പ്രിൻസിപ്പിൾസ് ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആതുര സേവന രംഗത്ത് കണ്ടില്ല ക്രൂരതയോ? നമുക്ക് മെഡിസിൻ കഴിക്കാതെ പ്രാർത്ഥനയിലൂടെ പറ്റും, പക്ഷേ അറിവില്ലായ്മ നമുക്ക് ഒരു കുറ്റം. ജീവൻ രക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഇവിടെ ഒരു ചികിത്സയ്ക്കും ഇല്ല. ഈ കുത്തകവൽക്കരണം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖലയിലുള്ള കുത്തകവൽക്കരണം അവരെ ബാധിക്കുന്നതിനെ കുറിച്ചാണ്. കേരളത്തിലെ പൊതുജനങ്ങൾ ആയുർവേദത്തിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും അറിയാം. കാരണം ഇവിടുത്തെ വലിയൊരു സമൂഹം ആൾക്കാർ ആയുർവേദവും ഒരു ചികിത്സാ പദ്ധതിയായി അംഗീകരിച്ചുകൊണ്ട് അതിന്റെ ഗുണം പറ്റുന്നവരാണ്. അപ്പൊ ഈ കുത്തകവൽക്കരണം ആദ്യമേ ചെയ്യുന്നത് തന്നെ ഇതുപോലെയുള്ള ആയുർവേദത്തിലേക്ക് പോകണമെന്നാണ് പറയുന്നത് സാറേ. പിന്നെ ഇതും എല്ലാവരും അറിയേണ്ട ഒരു കാര്യമല്ലേ സാറേ? കാരണം ഇവിടെ കുത്തകവൽക്കരണം കാരണം മറ്റുള്ളവർക്കും ഇത് ബാധിക്കപ്പെടുന്നുണ്ട്. കാരണം അവർ ആയുർവേദം പോലുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തെ അത് മുളയിലെ അത് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് അവർ നടത്തുന്നത്. കാരണം അവർക്ക് പ്രിവെന്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞ, അതായത് ഒരു രോഗം വരാതിരിക്കാനുള്ള കാരണങ്ങളെ സാധ്യതകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആയുർവേദം എന്ന ശാസ്ത്രം അവര് ഒരു സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ 95% ഓഫ് ഡെത്ത് ഇൻ കേരള ആർ ഡ്യൂ ടു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആയുർവേദമാണ്. അവിടെ ആയുർവേദത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ കുത്തകകൾ ഇവിടെ ഓരോ അവരുടെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാർ, അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ ഈ ഒരു വേദിയിൽ അത് പറയാൻ